സൂചിക്കാൻ പോണ് ചാക്കുട്ടാ സൂചിക്കാൻ പോണ്. ഇന്നലെ ഷാക്കുട്ടൻ കൂടി ഇത്ര ആവേശത്തിൽ പോകുന്നത് 1.5 വയസ്സിലെ വാക്സിനേഷൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി 1.5 വയസ്സൊക്കെ ആയിട്ടുണ്ട്, 1 വയസ്സോ 7 മാസമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ഡിലേ ആണ്, ഓരോരോ കാരണം കൊണ്ട് അങ്ങനെ ഡിലേ ആയതായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് വെക്കാണ്ടിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ഷാക്കുട്ടൻ ചെറുതായിട്ടൊരു ചുമയും പിന്നെ ഒരു ചെറിയ ടെമ്പറേച്ചറൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ വെക്കണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ഹിമലോന് മാത്രമാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഹിമലോൻ്റെ ഈ ഒരു ആവേശം കണ്ടില്ല, അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാനത് ഷെയർ ചെയ്യാനുള്ളൊരു കാരണം വാക്സിനേഷൻ വെച്ച് കഴിഞ്ഞിട്ടുള്ള അവൻ്റെ ഡേയ്സ് കണ്ടുകൊണ്ടാണ്. കാരണം ഞാനത് വീഡിയോ ആക്കാൻ കരുതിയിട്ടേ ഇല്ല, പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ട് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. കാലുവേദന ഉണ്ടോ? പൊതുവെ വാക്സിനേഷൻസ് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനും ആ ഒരു മൈൻഡിലാണ് പോയത്. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം ഹിമൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അത്ര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇതവന് ബെഡിൽ നിന്ന് എണീക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്നു. ഫുൾ ടൈം കരച്ചിലായിരുന്നു കാല് വേദനയായിട്ട്. അപ്പോൾ കാല് അവരെ ഇളക്കാത്തതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അത്രക്കും പെയിൻഫുൾ ആയിരുന്നു. അപ്പോൾ ഒരു മിനിറ്റ് പോലും അടങ്ങി നിൽക്കാത്ത ഒരാൾ എണീക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു പെയിൻ എത്രയും നമുക്ക് മനസ്സിലാവുമല്ലോ. ഞാനും ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാതെ പോയതുകൊണ്ട് എനിക്കും അറിയില്ല കേട്ടോ എന്താ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ പേരുടെ സജഷൻസ് ഒക്കെ ചോദിച്ചിരുന്നു സ്റ്റോറി ഇട്ടിട്ട്. ഇവൻ്റെ ഒരു പെയിൻ ഉണ്ട് ഞാൻ ഡോക്ടറെ അടുത്തും ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചൂടോ അല്ലെങ്കിൽ ഐസോ ഒന്നും വെക്കാൻ പാടില്ല, കാരണം വാക്സിനേഷൻ്റെ എഫക്റ്റ് കുറയും. 6 hours കൂടുമ്പോൾ പാരസെറ്റമോൾ കൊടുക്കുക, പിന്നെ മാക്സിമം കഴിയുന്ന പോലെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല പെയിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. സെക്കൻഡ് ഈവനിങ് ഒക്കെ ആയപ്പോൾ ഇതിനാൾ ഓക്കെ ആയിട്ടത്. സെക്കൻഡ് ഈവനിങ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ പെയിനൊക്കെ മാറിയിട്ട് ഫുള്ളായിട്ട് ഓക്കെ ആയി. അപ്പോൾ നിങ്ങളുടെ മക്കളുടെ എക്സ്പീരിയൻസ് ഒക്കെ എന്താണെന്ന് ഷെയർ ചെയ്യണേ.